Welcome back to the session on complex functions. കഴിഞ്ഞ ക്ലാസ്സിൽ കോംപ്ലക്സ് ഫംഗ്ഷൻസ് എന്താണെന്നും ലിമിറ്റ് ഓഫ് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഈ സെഷനിൽ കണ്ടിന്യൂറ്റി ഓഫ് കോംപ്ലക്സ് ഫംഗ്ഷൻസ്. ഒരു ഫംഗ്ഷൻ കോംപ്ലക്സ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. f of z is said to be continuous at a point z0 if two conditions are satisfied. First one is f of z0 is defined. Function at the point z0 should be defined. And second condition is limit as z approaches z0 f of z should be equal to f of z0. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ we can say that the complex function f of z is continuous at the point z0. Now consider a domain. A domain means it contains infinite number of points. ഈ ഡൊമൈനിലെ ഒരു ഡൊമൈൻ എടുത്തിട്ട് അതിലെ ഓരോ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എങ്കിൽ we can say that the function f of z is continuous in the domain. Okay. ഇനി നമുക്ക് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കൺസിഡർ ദിസ് ലിമിറ്റ് z tends to 0 xy divided by x square plus y square. We have to check whether this limit exists or not. അപ്പം അതിനുവേണ്ടി ഇവിടെ ശ്രദ്ധിക്കുക ലിമിറ്റ് z tends to 0. ലിമിറ്റ് z tends to 0 എന്നത് we consider the path of approach z tends to 0 along the line y equal to mx. ഇവിടെ z tends to 0 എന്ന് പറയുമ്പോൾ സീറോയിലേക്ക് കുറേ വേരിയബിൾസ് അപ്രോച്ച് ചെയ്യുക, കോംപ്ലക്സ് നമ്പേഴ്സ് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സീറോയിലേക്ക് എക്സ് ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്യാം, വൈ ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്യാം, വൈ ഈക്വൽ ടു എക്സ് എന്ന ലൈനിലൂടെ അപ്രോച്ച് ചെയ്യാം. അങ്ങനെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ വൈ ഈക്വൽ ടു എം എക്സ് എന്ന ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ എം മാറുന്നതിനനുസരിച്ച് ആ ലൈനുകൾ മാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം ഇങ്ങനൊരു ജനറൽ കേസായിട്ട് എടുക്കുന്നു. Now limit z tends to 0 xy divided by x square plus y square. ഇതിനെ ലിമിറ്റ് z tends to 0 എന്നതിന് പകരം z means x plus iy എന്നാണ്. by x tends to 0 and y tends to 0 എന്നായിരിക്കും. അപ്പോൾ അതിൽ y equal to mx എന്നെടുത്തു. ഇനി x tends to 0 എന്നത് മാത്രം അപ്ലൈ ചെയ്യാം. y ഉള്ളിടത്തെല്ലാം എം എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് ഇൻറ്റു എം എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് വരും. എം എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എം സ്ക്വയർ എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു എക്സ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു എക്സ് സ്ക്വയർ ഔട്ട് സൈഡ് എഴുതുകയാണെങ്കിൽ എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ എന്ന് വരും. അപ്പം എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഈസ് 1. therefore this is equal to ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് എം സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് എം സ്ക്വയർ. എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് എം സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ദി കോൺസ്റ്റൻറ്റ് ഇറ്റ് സെൽഫ്. അപ്പം ഈ ലിമിറ്റിൻ്റെ വാല്യൂ
എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് എം സ്ക്വയർ എന്നാണ് കിട്ടിയത്. ദാറ്റ് ഈസ് ദിസ് ഡിപ്പെൻഡ്സ് ഓൺ എം. എം എന്ന് പറയുമ്പം y ഈക്വൽ ടു എം എക്സ് എന്ന ലൈനിലെ എം ആണ്, ലൈനിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ എം ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ലൈൻസ് ആണ് കിട്ടുക. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ലൈൻസ് കിട്ടുന്നു. അപ്പം ഈ ലിമിറ്റിൻ്റെ വാല്യൂ എം ചേഞ്ച് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ദിസ് ഡിപ്പെൻഡ്സ് ഓൺ എം. അപ്പം എം ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ലിമിറ്റിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിട്ട് വരുന്നു. എന്ന് പറഞ്ഞാൽ ദി വാല്യൂ ഓഫ് ദി ലിമിറ്റ് ഈസ് നോട്ട് യുണീക്ക്. ദാറ്റ് മീൻസ് ദിസ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ളതാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പം ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ വാട്ട് എവർ മേ ബി ദി പാത്ത് ഓഫ് അപ്രോച്ച്, ദി വാല്യൂ ഓഫ് ദി ലിമിറ്റ് ഷുഡ് ബി യുണീക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ എം മാറുമ്പോൾ ഈ ലിമിറ്റിൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ എഴുതാം, ദി വാല്യൂ ഓഫ് ദി ലിമിറ്റ് ഈസ് നോട്ട് യുണീക്ക് എന്ന് എഴുതാം. ഡിപ്പെൻഡ്സ് ഓൺ എം. ദർഫോർ ദി വാല്യൂ ഓഫ് the limit is not unique. That is, limit does not exist. Next, മറ്റൊരു പ്രോബ്ലം നോക്കാം. Consider this value, this limit z tends to 0, x square y divided by x raised to 4 plus y square. Numerator function x square y, denominator function is x raised to 4 plus y square. We have to check whether this limit exists or not. അപ്പോൾ തൊട്ട് മുന്നേ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഇവിടെയും z tends to 0 എന്നതാണ് കൺസിഡർ ചെയ്യേണ്ടത്. z tends to 0 എന്ന് പറയുമ്പോൾ x tends to 0, y tends to 0. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ദി പാത്ത് ഓഫ് അപ്രോച്ച് z tends to 0 along ദി ലൈൻ y ഈക്വൽ ടു എം എക്സ് സ്ക്വയർ എന്നെടുക്കുന്നു. y ഈക്വൽ ടു എം എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് എ പരാബോള സിമെട്രിക്കൽ അബൌട്ട് ദി y ആക്സിസ്. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന പരാബോളയാണ്. അപ്പം 0യിലേക്ക് ആ പരാബോളയിലൂടെ അപ്രോച്ച് ആവാം. നമ്മളിങ്ങനെ y ഈക്വൽ ടു എം ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന കർവ് കൺസിഡർ ചെയ്യുന്നു, എന്ന പാത്ത് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് ശ്രദ്ധിക്കുക. ലിമിറ്റ് z tends to 0, x square y divided by x raised to 4 plus y square is equal to, this can be written as limit x tends to 0. We write y in terms of x. അതുകൊണ്ട് നമ്മൾ yയെ എക്സിലേക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് എക്സിൻ്റെ അപ്രോച്ച് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ലിമിറ്റ് x tends to 0, x square into y, y is mx square divided by x raised to 4 plus y square. അപ്പം എം എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. y എല്ലാം എം എക്സ് സ്ക്വയർ എന്ന് റീപ്ലേസ് ചെയ്തു. ന്യൂമറേറ്ററിൽ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു എം എക്സ് സ്ക്വയർ. ഡിനോമിനേറ്ററിൽ എക്സ് റേസ് ടു 4 പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. ഇപ്പോൾ എക്സ് റേസ് ടു 4 പ്ലസ് വൈയുടെ സ്ഥാനത്ത് എം എക്സ് സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എം എക്സ് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ന്യൂമറേറ്ററിൽ എക്സ് റേസ് ടു 4 ഇൻറ്റു എം എന്ന് എഴുതാം. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഇസ് എക്സ് റേസ് ടു 4 ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എക്സ് റേസ് ടു 4 ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ എന്ന് എഴുതാം. എം സ്ക്വയർ എക്സ് റേസ് ടു 4 എന്നാണ് ഇവിടെ ടേം വരിക. അപ്പം രണ്ട് ടേമിലും എക്സ് റേസ് ടു 4 വരുന്നു, വിച്ച് ഇസ് ടേക്കൺ ആസ് കോമൺ ഫാക്ടർ. എക്സ് റേസ് ടു 4 ഔട്ട് സൈഡ് എഴുതിയാൽ ബ്രാക്കറ്റിനകത്ത് 1 പ്ലസ് എം സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ്
x tends to 0, x raised to 4 by x raised to 4 അത് 1 എന്ന് വരുന്നു ഇൻറ്റു എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് എം സ്ക്വയർ. 1 പ്ലസ് എം സ്ക്വയർ എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ദർഫോർ limit of constant is the constant itself. Here m divided by 1 plus m square. അപ്പം മുന്നേ പ്രോബ്ലം ചെയ്തതിൽ പറഞ്ഞ പോലെ തന്നെ ദിസ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ എം. ഡിപ്പെൻഡ്സ് ഓൺ എം എന്ന് പറയുമ്പോൾ ഇവിടെ y ഈക്വൽ ടു എം എക്സ് സ്ക്വയർ എന്നതായിരുന്നു നമ്മുടെ പാത്ത്, പാരാബോളിക് പാത്താണ്. അപ്പോൾ എം മാറുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് പാരാബോളസ് ഡിഫറെൻറ്റ് പാത്ത് കിട്ടുന്നു. അപ്പം ഡിഫറെൻറ്റ് എം ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റിൻ്റെ വാല്യൂസ് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിട്ട് കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഈസ് നോട്ട് യുണീക്ക്. ലിമിറ്റ് യുണീക്ക് ആയെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ കേസിൽ ഈ തൊട്ട് മുന്നത്തിൽ പറഞ്ഞ പോലെയും ഈ കേസിലും ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ളതാണ് കൺക്ലൂഷൻ. അപ്പം ഇവിടെ എഴുതി വെക്കുക, ദിസ് ഡിപ്പെൻഡ്സ് ഓൺ എം. That means we will get the different values for the limit as m varies. That means limit is not unique. Value of the limit is not unique and hence limit does not exist. Next problem, limit z tends to 0, z divided by z bar, z divided by z bar. We have to check whether this limit exists or not. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തൊട്ട് മുന്നേ ചെയ്ത രണ്ട് പ്രോബ്ലത്തിലും ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ആയിരുന്നു ഫംഗ്ഷൻ തന്നിരുന്നത്, കോംപ്ലക്സ് ഫംഗ്ഷൻ തന്നെ ആയിരുന്നു. ഇവിടെ ഇൻ ടേംസ് ഓഫ് z തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പം ഒന്നുകിൽ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആൻഡ് z ബാർ ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ മുന്നേ ചെയ്ത പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ല എങ്കിൽ വി ഹാവ് ടു കൺസിഡർ ദി പോളാർ ഫോം ഓഫ് z. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം എന്നത് z ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ എന്നാണ്. ആർ ഇ റൈസ് ടു ഐ തീറ്റ സെഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെയും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആദ്യം z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുന്നു. z ബാർ ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ. അപ്പോൾ വാല്യൂ ഓഫ് ദിസ് ലിമിറ്റ് ഈസ് ലിമിറ്റ് z ടെൻസ് ടു 0 z ബൈ z ബാർ ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു 0 എക്സ് പ്ലസ് ഐ വൈ divided by x minus iy. Now we consider the path of approach z tends to 0 along y equal to mx. Therefore the limit will become limit z tends to 0 x plus iy divided by x minus iy is equal to limit x tends to 0 x plus I mx divided by x minus I mx, that is equal to limit x tends to 0, ന്യൂമറേറ്ററിൽ x കോമൺ ആയിട്ട് എഴുതുകയാണെങ്കിൽ x ഇൻറ്റു 1 പ്ലസ് ഐ എം എന്ന് വരും, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ അതുപോലെ x ഇൻറ്റു 1 മൈനസ് ഐ എം എന്ന് വരും. x കോമൺ ആയിട്ട് എഴുതുകയാണെങ്കിൽ x ഇൻറ്റു 1 മൈനസ് ഐ എം എന്ന് വരും. x divided by x is 1, therefore this is equal to 1 plus im divided by 1 plus im, which depends on m. Therefore we will get different values for the limit, that is limit is not unique and hence limit does not exist, that is this limit is not exist എന്നുള്ളതാണ് കൺക്ലൂഷൻ. ഇനി ഇതേ പ്രോബ്ലം വി ടേക്ക് z ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോമാണ് ആർ ഇ റൈസ് ടു ഐ തീറ്റ എന്നത്.
ഇതിൽ r എന്ന് പറയുന്നത് the modulus of z and theta is the argument of z, that is r equal to square root of x square plus y square and theta equal to tan inverse y by x. അപ്പോൾ നമ്മൾ പോളാർ ഫോമിൽ കൺസിഡർ ചെയ്യുന്നു. Therefore the given limit can be written as limit z tends to 0 z divided by z bar, that's equal to limit ഇവിടെ z equal to r e raised to I theta എന്നാണ്. z tends to 0 എന്ന് പറയുമ്പോൾ r e raised to I theta tends to 0 എന്നതാണ്. That means r tends to 0 or e raised to I theta tends to 0 എന്നതാണ്. ഇപ്പോൾ e raised to I theta 0 ആണെങ്കിൽ the exponent should be minus infinity. അപ്പോൾ അത് നമ്മുടെ കേസിൽ വരുന്നതല്ല. അതുകൊണ്ട് r tends to 0 എന്ന പോസിബിലിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പോളാർ ഫോമിൽ കൺസിഡർ ചെയ്യുമ്പോൾ z tends to 0 എന്നതിന് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് എഴുതാവുന്നത് r tends to 0 എന്നാണ്. z divided by z bar, that is r e raised to I theta divided by r e raised to minus I theta. പോളാർ ഫോമിൽ എഴുതുമ്പോൾ z r e raised to I theta എന്നാണെങ്കിൽ its conjugate z bar is r into e raised to minus I theta എന്നാണ്. അപ്പോൾ ഇതിൽ r by r is 1, therefore this is equal to e raised to I theta divided by e raised to minus I theta. e raised to minus I theta ന്യൂമറേറ്ററിലേക്ക് എഴുതുകയാണെങ്കിൽ e raised to plus I theta എന്ന് എഴുതാം. അപ്പം e raised to I theta into e raised to I theta, that means e raised to I theta the whole square or e raised to I 2 theta. അപ്പോൾ ലിമിറ്റിൻ്റെ വാല്യൂ, that is limit z tends to 0 z by z bar is equal to e raised to I 2 theta എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിൽ തീറ്റയുടെ വേരിയേഷൻ തീറ്റ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടുന്നു എന്നുള്ളതാണ്. That means the value of the limit is not unique. Value of the limit is not unique. That is, this limit does not exist എന്നുള്ളതാണ് കൺക്ലൂഷൻ. അപ്പോൾ ഇങ്ങനെ പോളാർ ഫോമിൽ കൺസിഡർ ചെയ്തിട്ടും പ്രോബ്ലംസ് ചെയ്യാമെന്നുള്ളതാണ്. നെക്സ്റ്റ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ചെക്ക് ദി കണ്ടിന്യൂറ്റി അറ്റ് z equal to 0 ഫോർ ദി ഗിവൺ ഫംഗ്ഷൻ. First problem is f of z equal to 2xy square divided by x square plus 3y raised to 4. For z not equal to 0 and 0 for z equal to 0. ഫംഗ്ഷൻ ഈ വിധത്തിലാണ് തന്നിരിക്കുന്നത്. For z not equal to 0, f of z is 2xy square divided by x square plus 3y raised to 4. And for z equal to 0, value of the function is 0. അപ്പോൾ ഇവിടെ കണ്ടിന്യൂറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ രണ്ട് കണ്ടീഷൻസ് ആണ് z നോട്ട് എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് വേണ്ടത്. f of z നോട്ട് ഷുഡ് ബി ഡിഫൈൻഡ്. ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ലിമിറ്റ് ആസ് z ടെൻസ് ടു z നോട്ട് f of z ഈസ് ഈക്വൽ ടു f of z നോട്ട്. ലിമിറ്റിൻ്റെ വാല്യൂ f of z നോട്ട് ആയിരിക്കും വേണം. ഇവിടെ സീറോയിലെ കണ്ടിന്യൂറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം f of 0 ഡിഫൈൻഡ് ആണോ എന്നുള്ളത് നോക്കുക. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ അവർ ക്വസ്റ്റ്യൻ because when z equal to 0 the value of f is 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം f of 0 equal to 0
which is defined. First condition okay, first condition okay. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. കാരണം കണ്ടിന്യൂറ്റി ആയിട്ട് z ഈക്വൽ ടു 0 ആണ്. z നോട്ട് എന്ന പോയിന്റ് ഈ കേസിൽ 0 ആയിട്ടാണ് തന്നിരിക്കുന്നത്. ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ്. ഇവിടെ എഫ് ഓഫ് സെഡ് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പാത്ത് ഓഫ് അപ്രോച്ച് ചെക്ക് ചെയ്യാം. അല്ല എങ്കിൽ പോളാർ ഫോമിൽ ചെയ്യാം. ഇവിടെ നമ്മൾ ഈ വിധത്തിൽ കൺസിഡർ ചെയ്യുന്നു. ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് z ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു 0 2xy² ഡിവൈഡഡ് ബൈ x² പ്ലസ് 3y⁴. അപ്പോൾ തൊട്ട് മുന്നേ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ y ഈക്വൽ ടു mx² എന്ന ഒരു പാത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത സമയത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും x⁴/x⁴ എന്ന് വന്ന് കട്ടായിപ്പോയി. ഈ പ്രോബ്ലത്തിൽ ഫസ്റ്റ് ചെയ്ത സെക്കൻഡായിട്ട് നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ അപ്പോൾ x⁴ഉം x⁴ഉം കട്ടായിപ്പോയി. അതുകൊണ്ട് അത് m/1 + m², m ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആയിട്ട് മാറിയിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്ററിൽ എക്സിൻ്റെ പവറിൽ 4 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈക്ക് x² വരുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പം 4 വരും. ന്യൂമറേറ്ററിൽ അതുപോലെ 4 വന്ന് അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് ആ വിധത്തിൽ ചെയ്തു പോയത്. അപ്പം ഈ പ്രോബ്ലത്തിൽ ഇപ്പോൾ നമുക്കുള്ള പ്രോബ്ലം ശ്രദ്ധിക്കുക. ഡിനോമിനേറ്ററിൽ y⁴ ആണ്, ന്യൂമറേറ്ററിൽ y² ഉണ്ട്. അപ്പം എക്സിൻ്റെ സ്ഥാനത്ത് ഒരു y² എന്ന് വരുത്തുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോകുന്നൊരു വിധത്തിലേക്കായി മാറും അത്. അപ്പോൾ അതിനുവേണ്ടി y ഈക്വൽ ടു mx² എന്ന് കൺസിഡർ ചെയ്ത പോലെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് x ഈക്വൽ ടു my². x ഈക്വൽ ടു my² എന്ന് പറയുമ്പോൾ അതും ഒരു പരാബോളയുടെ ഇക്വേഷനാണ്, പാസിങ് ത്രൂ ഒറിജിൻ. അപ്പോൾ അങ്ങനെ ഒരു പാത്ത് നമുക്ക് കൺസിഡർ ചെയ്യാം. ജനറൽ എം യൂസ് ചെയ്തതുകൊണ്ട് ഒരു ജനറൽ എക്സ്പ്രഷനാണ്. അപ്പോൾ എം മാറുന്നതിനനുസരിച്ച് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പരാബോളാസ് ആണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പാത്ത് ഓഫ് അപ്രോച്ച് കിട്ടുന്നു എന്നർത്ഥം. അപ്പം എക്സിനെ ഇൻ ടേംസ് ഓഫ് വൈയിലേക്ക് മാറ്റുന്നു എന്ന് മാത്രം. Therefore, we consider the path of approach z tends to 0 along the line x equal to my². Therefore, this limit will become this equal to, the limit is equal to limit y tends to 0 എന്ന് കൊടുക്കുക. എക്സിനാണ് നമ്മൾ my² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് y tends to 0 എന്ന് യൂസ് ചെയ്യാം. 2 into x is my² into y² divided by x². x² means my² the whole square എന്ന് വരും plus 3y⁴. That is equal to limit y tends to 0. ന്യൂമറേറ്ററിൽ 2my⁴ എന്ന് വരും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലാണെങ്കിൽ m²y⁴ ഫസ്റ്റ് ടേം പ്ലസ് 3y⁴. ഇപ്പോൾ രണ്ടിലും y⁴ വരുന്നു. കോമൺ ആയിട്ട് എഴുതുകയാണെങ്കിൽ y⁴ ഇൻറ്റു m² പ്ലസ് 3. അപ്പോൾ y⁴/y⁴ is 1. ബാക്കി വരുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 2m ഡിവൈഡഡ് ബൈ m² പ്ലസ് 3. അപ്പോൾ ലിമിറ്റ് y ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ y എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ അതൊരു കോൺസ്റ്റൻറ്റ് മാത്രമായി മാറുന്നു. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ദി കോൺസ്റ്റൻറ്റ് ഇറ്റ് സെൽഫ് 2m ഡിവൈഡഡ് ബൈ m² പ്ലസ് 3 which depends on m. That means for various values of m we will get different values for the
ലിമിറ്റ്. അപ്പോൾ ആ ലിമിറ്റിന് വ്യത്യസ്ത വാല്യൂസ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത പരാബോളാസ് നമ്മൾ സീറോയിലൂടെ പാസ് ചെയ്യുന്ന പരാബോളാസ് കൺസിഡർ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ വന്നാൽ ലിമിറ്റ് ഈസ് നോട്ട് യുണീക്ക് എന്ന് എഴുതാം. ദർഫോർ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ അത് മുന്നേക്ക് എഴുതിയ പോലെ കൺക്ലൂഡ് ചെയ്യാം. വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ എം, ദാറ്റ് മീൻസ് ലിമിറ്റ് ഈസ് നോട്ട് യുണീക്ക്. ദർഫോർ ദിസ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ സീറോയിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം രണ്ടാമത്തെ കണ്ടീഷനിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അത് എഫ് ഓഫ് സെഡ് നോട്ട് ആണോ എന്ന് നോക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ കേസിൽ അങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് കണ്ടീഷൻ ഡസ് നോട്ട് ഹോൾഡ്. ദർഫോർ ദിസ് ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ദി പോയിൻറ്റ് 0. അങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ഒരു പ്രോബ്ലം കൂടി ശ്രദ്ധിക്കുക. ചെക്ക് ദി കണ്ടിന്യൂറ്റി അറ്റ് സെഡ് ഈക്വൽ ടു 0 ഫോർ ദി ഫംഗ്ഷൻ. രണ്ടാമത്തതാണ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു z ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് z. ഫോർ z നോട്ട് ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് z is 0 ഫോർ z ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെയും കണ്ടിന്യൂസ് ആവാൻ വേണ്ട രണ്ട് കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് എഫ് ഓഫ് 0 ഷുഡ് ബി ഡിഫൈൻഡ്. അപ്പോൾ ഈ കേസിൽ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എഫ് ഓഫ് 0 ഈസ് ഡിഫൈൻഡ്. നൗ വി ഹാവ് ടു ചെക്ക് ദി ലിമിറ്റ്, വെദർ ദി ലിമിറ്റ് എക്സിസ്റ്റ് ഓർ നോട്ട്. ഇഫ് എക്സിസ്റ്റ് ദി വാല്യൂ ഓഫ് ദി ലിമിറ്റ് ഈസ് എഫ് ഓഫ് 0. അതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് z. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ്. ഇവിടെ നമുക്ക് r e raised to i theta എന്ന പോളാർ ഫോം കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ z-നെ x പ്ലസ് i y എന്ന് മാറ്റി എഴുതിയിട്ട് അങ്ങനെയും ചെയ്യാം. ഇവിടെ ഞാൻ പോളാർ ഫോമിലേക്കാണ് ഇതിനെ മാറ്റുന്നത്. അപ്പോൾ z ടെൻസ് ടു 0 എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് r ടെൻസ് ടു 0 എന്ന് വരും. f of z is z by mod z, that is r e raised to I theta divided by modulus of z is r. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. എക്സ് പ്ലസ് ഐ വൈ എന്നെടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ലെങ്തി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് z ഈക്വൽ ടു r e raised to I theta എന്നെടുത്തിട്ടാണ് ചെയ്യുന്നത്. z ടെൻസ് ടു 0 മീൻസ് r ടെൻസ് ടു 0 എന്നുള്ളതാണ്. മോഡ് z എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മോഡുലസ് ഓഫ് r e raised to I theta എന്നാണ്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് r ഇൻറ്റു e raised to I thetaയെ cos theta പ്ലസ് i sin theta എന്ന് എഴുതാം. cos theta പ്ലസ് i sin theta. That is equal to modulus of r cos theta, bracket open ചെയ്യുന്നു, r into cos theta plus I r sin theta. That is equal to root of x square plus y square എന്ന് വരും. സോറി, എക്സ് പ്ലസ് ഐ വൈ എന്നാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ കേസിൽ ആർ കോസ് തീറ്റയാണ് റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് ആർ സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ആർ സ്ക്വയർ തീറ്റ കോമൺ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വരും. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ ദിസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് വരും. റൂട്ട് ഓഫ് ആർ സ്ക്വയർ ഇസ് ആർ. അങ്ങനെയാണ് മോഡുലസ് ഓഫ് ഇസഡ് ഈക്വൽ ടു ആർ എന്ന് കിട്ടുന്നത്. ഇവിടെ ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് z ഈക്വൽ ടു ലിമിറ്റ് ആർ ടെൻസ് ടു 0 ആർ ഇ റൈസ് ടു ഐ തീറ്റ ഡിവൈഡഡ് ബൈ ആർ എന്നാവുന്നു. ആർ ഡിവൈഡഡ് ബൈ ആർ ഈസ് 1. Therefore, this is equal to limit r tends to 0 e raised to I theta, which is independent of r എന്ന് വരും. അപ്പം ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്
ഇ റേസ് ടു ഐ തീറ്റ എന്ന് തന്നെ കിട്ടുന്നു. ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ. അപ്പോൾ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ അതിൽ 0 to 2π എന്നുള്ള വേരിയേഷനിൽ വരുന്നതാണ്. അപ്പം തീറ്റയുടെ വേരിയേഷൻ അനുസരിച്ച് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും ഈ ലിമിറ്റിന്. ദാറ്റ് ഈസ് ദിസ് ഡിപ്പെൻഡ്സ് ഓൺ തീറ്റ. ദർഫോർ ഫോർ വേരിയസ് വാല്യൂസ് ഓഫ് തീറ്റ we will get different values for the limit. That means limit is not unique. That is, this limit does not exist. Therefore, the given function f of z equal to z divided by mod z for z not equal to 0 and 0 for z equal to 0 is not continuous. The given function is f of z is not continuous. Next one problem, the last problem is check the or discuss the continuity. Discuss the continuity at z equal to 0 for the function f of z equal to z into real part of z divided by mod z for z not equal to 0 and this equal to 0 for z equal to 0. അപ്പോൾ ഇവിടെയും എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണ് ബൈ അവർ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നു. ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് z ഇസ് ഈക്വൽ ടു ലിമിറ്റ് r ടെൻസ് ടു 0. ഇവിടെ നമ്മൾ പോളാർ ഫോമിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ z ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ r ടെൻസ് ടു 0 എന്നായിരിക്കും. എഫ് ഓഫ് z ഈസ് z ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് z. ദാറ്റ് ഈസ് r ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് r ഇ റേസ് ടു ഐ തീറ്റ എന്ന് വരും. റിയൽ പാർട്ട് ഓഫ് r ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുമ്പോൾ റിയൽ പാർട്ട് ഓഫ് r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് വരും. റിയൽ പാർട്ട് ഓഫ് ദിസ് ദാറ്റ് ഈസ് r കോസ് തീറ്റ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആർ കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു ആർ സൈൻ തീറ്റ എന്ന് വരും. അതിൽ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയാണ്. ദാറ്റ് ഈസ് ആർ ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു ആർ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സെഡ് ഈസ് ആർ. ദാറ്റ്സ് ഈക്വൽ ടു അപ്പോൾ ന്യൂമറേറ്ററിൽ ആർ ബൈ ആർ, ന്യൂമറേറ്ററിൽ ഓരോ ആറും ഡിനോമിനേറ്ററിൽ ആറായിട്ട് 1 ആയി പോവും. ബാക്കി വരുന്നത് ലിമിറ്റ് ആർ ടെൻസ് ടു 0 ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു or r ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ കോസ് തീറ്റ. ഇതിൽ ആർ ടെൻസ് ടു 0 എന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു, ലിമിറ്റിൻ്റെ വാല്യൂ 0 എന്നും കിട്ടി. 0 എന്ന് പറയുന്നത് എഫ് ഓഫ് 0 ആണ്. ബൈ അവർ ക്വസ്റ്റ്യൻ എഫ് ഓഫ് 0 is 0. അപ്പം എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണ് എന്ന ഫസ്റ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്തു. ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് z ഈക്വൽ ടു എഫ് ഓഫ് 0 എന്ന സെക്കൻഡ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നു. ദർഫോർ ദി ഗിവൺ ഫംഗ്ഷൻ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. സിൻസ് ബോത്ത് ദി ടു കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്, എഫ് ഓഫ് z ഈസ് continuous at z equal to 0. Okay. Thank you for watching this class. Have a nice day.